നിലിൻ ചേട്ടാ, നമ്മൾ അർജൻറ്റീനയെക്കുറിച്ചും മെസ്സിയെക്കുറിച്ചും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അർജൻറ്റീനയെ പ്രശംസിച്ചും അർജൻറ്റീനയെ എതിർത്തും മെസ്സിയെ പ്രശംസിച്ചും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ കോപ്പ അമേരിക്കയിൽ നമ്മൾ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയേണ്ടത്. ഒന്ന് ലൗട്ടാരോ മാർട്ടിനസും മറ്റൊന്ന് എമിലിയാനോ മാർട്ടിനസും. എങ്ങനെ കാണുന്നു ഈ കോപ്പ അമേരിക്കയിലെ അർജൻറ്റീനയുടെ മൊത്തത്തിലുള്ള പ്രകടനം? അർജന്റീനയെ സംബന്ധിച്ച് രണ്ട് മാർട്ടീനസുകൾ നടത്തിയ പെർഫോമൻസ് ലിസാൻഡ്രോയും കൂടി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മൂന്ന് മാർട്ടീനസ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ലയണൽ മെസ്സിയെ കുറിച്ച് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത ലഭിക്കില്ല. ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ, കാരണം അദ്ദേഹം ഇന്നലെ തന്നെ എന്തൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയതെന്നുള്ള. കാരണം അദ്ദേഹം 35-ാം മിനിറ്റിലാണ് പരിക്കേൽക്കുന്നത്. പരിക്കേറ്റിട്ട് വീണ്ടും 30 മിനിറ്റോളം ഏതാണ്ട് കളിക്കളത്തിൽ. അവസാനം ഡഗ് ഔട്ടിലിരുന്ന് കരയുമ്പോൾ ശരിക്കും ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ ഒരു കണ്ണീരുണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ എന്നിട്ടും ആ ടീം അദ്ദേഹത്തിന് വേണ്ടി പൊരുതി. അതിനൊപ്പം ഡിമരിയയ്ക്ക് വേണ്ടിയും. കാരണം അവർ വളരെ മികച്ച രീതിയിൽ തന്നെ പൊരുതി. അങ്ങനെ അവസാനം 112-ാം മിനിറ്റിൽ ആ ഗോൾ നേടി. കാരണം കൊളംബിയ എന്ന് പറഞ്ഞാൽ അത്രയും മികച്ച ഫോമിൽ നിൽക്കുന്നൊരു ടീമാണ്. ആ ടീമിനെതിരെ ഒരു ഹാർഡായിട്ട് ഒരു ഫൈറ്റ് ചെയ്തിട്ടാണ് ആ വിജയം നേടിക്കുന്നത്. ഇത്രയും മികച്ച ഒരു പോരാളികളെ നമുക്ക് കാണാൻ പറ്റില്ല ഫുട്ബോളിൽ. കാരണം ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് ഇവർ കളിക്കുന്നത്. കാരണം മെസ്സി ഉണ്ടാക്കിയ ആ ഒരു ലീഡർഷിപ്പ് എബിലിറ്റി അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. കാരണം ലീഡറിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിലയുറപ്പിക്കും. കാരണം ഞങ്ങളുടെ ആരാധനാ പാത്രത്തിനൊപ്പം ഞങ്ങൾ 100% സമർപ്പിക്കും. അതാണ് ഇന്നലെ കണ്ടത്. അവരുടെ സെലിബ്രേഷനിലും ഉണ്ടായിരുന്നത് ഗോൾ അടിച്ചിട്ട് ലൗട്ടാരോ മാർട്ടിനസ് ഓടി വന്നതും. അതെ, ആദ്യം പോയി മെസ്സിയാണ് പോയി ആശ്ലേഷിക്കുന്നത്. കാരണം അതാണ് അത്. കാരണം മെസ്സി ലൗട്ടാരോക്ക് കൊടുത്തൊരു കോൺഫിഡൻസാണ്. ലൗട്ടാരോയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലൗട്ടാരോ ആദ്യം മുതൽ നമുക്കറിയാം എന്നും പടി കേൾക്കുന്ന ഒരു താരമാണ്. കാരണം ഇത്രയും മികച്ചൊരു പ്ലെയർ, ക്ലബ് ഫുട്ബോളിലെ ഒരു രാജാവ് എന്ന് പറയാം. കാരണം ഇറ്റാലിയൻ സീരിയയിലെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്റർ മിലാൻ്റെ ഗോളടി യന്ത്രമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അർജന്റീനയ്ക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഫോം പലപ്പോഴും നിലനിർത്താൻ പറ്റിയില്ല. ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോകകപ്പിൽ. യെസ്, എക്സാക്ട്ലി. പക്ഷേ ഈ ടൂർണമെന്റ് ആകെ മാറി. ഇൻസിഡന്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ഓർത്ത. മെസ്സി ഇടയ്ക്ക് ഒരു പെനാൽറ്റി ഗോട്ടിമാലയ്ക്കെതിരെയുള്ള മത്സരം. അങ്ങനെ മെസ്സി കളിപ്പിക്കുകയും ചെയ്യുകയാണ് പ്ലേയേഴ്സിനെ, കൂടെയുള്ള കളിക്കാരെ. അതാണ് അവർക്ക് തിരിച്ചോട് മെസ്സിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വരുന്നത്. കാരണം 100% ആയിട്ട് അവർ സ്കില്ലായിട്ട് തന്നെ മാക്സിമം അവരുടെ സ്കിൽഫുൾ ആയുള്ള അവരുടെ എബിലിറ്റി അവർ മെസ്സിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. പിന്നെ ലയണൽ സ്കലോണിയുടെ ആ ഒരു ടീം മാനേജ്മെന്റ് നമ്മൾ നോക്കേണ്ടത്. അർജന്റീന എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ മികച്ച താരനിര എക്കാലത്തും ഉണ്ടായിരുന്നു. പണ്ട് കാലത്തല്ല, എക്കാലത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 90കളിലും ലേറ്റ് 90സിലും ഏർലി 2000 നമ്മൾ കണ്ടതല്ലേ. ബാറ്റിസ്റ്റൂട്ട, ഒർട്ടേഗ, പിന്നെ റിക്വൽമി വന്നു, ക്രസ്പോ ഉണ്ടായിരുന്നു, വെറോൺ ഉണ്ടായിരുന്നു, പിന്നെ സനേറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ടും അർജന്റീനയ്ക്ക് ഇൻ്റർനാഷണലി ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ കാലത്ത് അവർക്ക് യാതൊരു കിരീടവും നേടാൻ പറ്റില്ല. 93 മുതൽ ഏതാണ്ട് 28 വർഷക്കാലം അവർക്കൊരു കിരീടം ഉണ്ടായിരുന്നില്ല. അതാണ് 2021 ബ്രേക്ക് ചെയ്തത്. പക്ഷേ സ്കലോണി വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യാത്മക ഫുട്ബോൾ എന്നൊക്കെ പറയുമെങ്കിൽ അതൊക്കെ മാറിക്കഴിഞ്ഞു. യൂറോപ്യൻ സ്റ്റൈലിലേക്ക് എല്ലാവരും കളിക്കുന്നത് ആ ഒരു ലെവലിലേക്കാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ അർജന്റീന ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് വിജയമാണ് പ്രധാനം. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മളത് റിഫ്ലക്റ്റ് ചെയ്തു. കാരണം കൊളംബിയ തുടർച്ചയായിട്ട് 28 മത്സരങ്ങൾ തോൽവി അറിയാതെയുള്ള ഒരു നല്ലൊരു, എനിക്ക് തോന്നുന്നു ഈ കോപ്പയിലെ ഏറ്റവും ബെറ്റർ സൈഡ് കൊളംബിയ ആയിരുന്നു. ഫൈനൽ വരെ നല്ല ഗെയിമായിരുന്നു. പക്ഷേ അർജന്റീന അത് നിഷ്പ്രയാസം മറികടന്നു. എങ്ങനെ? അവർ കൃത്യമായിരുന്നു അവരുടെ ഒരു ഗെയിം പ്ലാൻ. പിന്നെ അതുകൂടാതെ തന്നെ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളതാണ് അർജന്റീനയുടെ പ്ലാൻ. സ്കലോണി വന്നതിന് ശേഷം അതാണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പം പൊസഷൻ പ്രശ്നമായിരിക്കും, അതൊന്നും നോക്കില്ല. കാരണം വിജയിക്കാൻ, അതായത് എങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കണം, ആദ്യത്തെ ഒരു 30 മിനിറ്റ്സിൽ ഒരു 20 മിനിറ്റ്സോളം കൊളംബിയ നല്ലൊരു മുന്നേറ്റം നടത്തി. ശരിക്കും അർജന്റീനയെ കൊളംബിയ ശരിക്കും ഒന്ന് മുൾമുനയിൽ നിർത്തിയിരുന്നു. പ്രത്യേകിച്ച് കോർഡോബയുടെയൊക്കെ ഗോളാവാൻ സാധ്യതയുണ്ടായിരുന്നു, ഡയസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അർജന്റീന മെല്ലെ കളി സ്ലോ ആക്കി, അവരുടെ ഒരു ആ ഒരു മൊമെൻറ്റത്തെ ഇല്ലാതാക്കി. അതായത് എങ്ങനെയെങ്കിലും ഏത് വഴി, അപ്പം നമുക്ക് അനുകൂലമല്ല കാര്യങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ അതർ ടെക്നിക്സ് യൂസ് ചെയ്യാം. എക്സ്പീരിയൻസ് കൂടി അതാണ് ആ ഒരു എക്സ്പീരിയൻസ്. കാരണം ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ്, ലെജൻഡറി ആയുള്ള പ്ലേയേഴ്സ്. നമുക്ക് ഡീമരിയെ കുറിച്ചും കൂടെ പറയേണ്ടതുണ്ട്. കാരണം ഡീമരിയുടെ ഫൈനൽ മത്സരമായിരുന്നു, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മത്സരമായിരുന്നു. അപ്പം 65-ാം മിനിറ്റിൽ മെസ്സി പോകുന്നു. മെസ്സി പോയിട്ട് ഡഗ് ഔട്ടിലിരുന്ന് അദ്ദേഹം കരയാണ്. കാരണം അദ്ദേഹത്തിന് വേദന കടിച്ചമർത്തി അദ്ദേഹം 30 മിനിറ്റോളം നോക്കി പരമാവധി ടീമിനൊപ്പം നിൽക്കാൻ. കാരണം മെസ്സിയുടെ സാന്നിധ്യമാണല്ലോ പ്രധാനം. പക്ഷേ അവസാനം മെസ്സിക്ക് അത് പറ്റില്ല എന്ന് കണ്ട് തീരെ നിവൃത്തികേടുകൊണ്ടാണ് അദ്ദേഹം കളം വിട്ടത്. പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം ഇത്രയും കരയാൻ കാരണം ചിലപ്പം ഡീമരിയയ്ക്ക് ഉള്ള ആ ഒരു ആംഗിളായിരുന്നു. കാരണം ഡീമരിയുടെ വിടവാങ്ങൽ മത്സരത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ അത് സംഭവിച്ചു. അതെ, വളരെ ഇമോഷണൽ ആയിരുന്നു. പിന്നെ ഡീമരിയൊക്കെ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് ഗോളായെന്ന് വിചാരിച്ചു. പക്ഷേ വർഗാസ്, അവരുടെ ഗോൾ കീപ്പർ, അത് വളരെ ശ്രമകരമായിട്ടാണ് അത് തടഞ്ഞത്. 3 പേർക്ക് വേണ്ടി കളിച്ചു അവർ, അർജന്റീന ടീം. മെസ്സിക്ക് വേണ്ടിയും ഡീമരിക്ക് വേണ്ടിയും പിന്നെ രാജ്യത്തിന് വേണ്ടിയും. അതാണ് ഇന്നത്തെ കളിയിൽ കണ്ടത്. കാരണം തുടക്കത്തിൽ കൊളംബിയ നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ നല്ല രീതിയിൽ കളിച്ചു. എക്സ്പീരിയൻസ് ഉണ്ടും ആ രണ്ട് ഡിഫൻഡേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടി വരും. നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസും റൊമാരിയോ, സംശയമില്ല, നല്ല രീതിയിൽ അവരെ പൂട്ട് തന്നെ ചെയ്തു.
പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ പതുക്കെ പതുക്കെ ചേട്ടൻ പറഞ്ഞ പോലെ അർജൻറ്റീന കളി സ്ലോ ആക്കി സെക്കൻഡ് ഹാഫിലായപ്പോൾ അർജൻറ്റീന മൊത്തത്തിൽ കളി മാറി നല്ലൊരു രീതിയിൽ കളി. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, സ്കലോണിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രത്യേകം പറയേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പം ഈ ഒരു ലൗട്ടാരോ മാർട്ടിനസ് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ടാണ് അദ്ദേഹം ഗോൾ നേടിയത്. അതുകൂടാതെ തന്നെ പെരഡസ് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം, പിന്നെ പെരഡസിൻ്റെ പെരഡസാണ് ശരിക്കും ആ ഒരു കൗണ്ടർ അറ്റാക്ക് തടഞ്ഞിട്ട് നൽകിയ പന്താണ് ലോസെൽസോ വഴി ലൗട്ടാരോയിൽ എത്തുന്നത്. 112-ാം മിനിറ്റിൽ ലൗട്ടാരോയുടെ ആ ഗോൾ വരുന്നത് അങ്ങനെയാണ്. ലൗട്ടാരോയുടെ ഒരു ഫിനിഷും വളരെ സൂപ്പറായിട്ടുള്ളൊരു ഫിനിഷായിരുന്നു. നമ്മൾ ഇന്റർ മിലാന് വേണ്ടി അദ്ദേഹം കളിക്കുമ്പോൾ എങ്ങനെയാണോ ഫിനിഷ് ചെയ്യുന്നത് ആ രീതിയിലുള്ളൊരു സിമ്പിൾ ഫിനിഷായിരുന്നു. പിന്നെ ഈ നിക്കോയുടെ ഒരു ഇമ്പാക്റ്റും ഉണ്ട്. കാരണം നിക്കോ വന്നതിന് ശേഷം മെസ്സിയെ പിൻവലിച്ചതിന് ശേഷം, അതായത് മെസ്സി കളം വിട്ടതിന് ശേഷം പരിക്ക് കാരണം കളം വിട്ടപ്പോൾ പിന്നെ നിക്കോ ആണ് വന്നത്. നിക്കോ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കാരണം നിക്കോ വന്നതോടുകൂടി അർജൻറ്റീനയുടെ ഗെയിമിൻ്റെ പേസ് ഒന്ന് കൂടി. കാരണം തുടരെ അറ്റാക്കുകൾ ഉണ്ടായി. 1-2 നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഓഫ് സൈഡായി പോയി, ഒന്ന് ഗോളി സേവ് ചെയ്തൊന്നും അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ഒരു വലിയ ഇമ്പാക്റ്റ് അർജൻറ്റീനയുടെ ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ ഇത്രയും പ്ലേയേഴ്സിനെ പറഞ്ഞു, എനിക്ക് മെസ്സിയെ പറഞ്ഞു, ഡിമരിയെ പറഞ്ഞു, ലൗട്ടാരോ മാർട്ടിനസിനെ പറഞ്ഞു, നമ്മൾ ഗോളി എമിലിയാനോ മാർട്ടിനസിനെ കുറിച്ച് പുള്ളി എന്ത് കോൺഫിഡൻസ് ആണെന്ന് ഒരു കളി തുടങ്ങുന്നതിന് ഏകദേശം ഒരു 24 മണിക്കൂർ മുമ്പ് പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറഞ്ഞു, നമ്മൾ കപ്പടിക്കും എന്നാണ് പുള്ളി പറയുന്നത്. ആ പുള്ളിക്ക് ഇത്രയും കോൺഫിഡൻസ്, അതൊരു എല്ലാവരും അഹങ്കാരം എന്ന് പറയുമ്പോൾ പുള്ളി അത് വിട്ടൊരു കളിയില്ല. അല്ല, അത് പുള്ളി പ്രൂവ് ചെയ്ത സംഭവമാണല്ലോ. കാരണം 2021 അർജൻറ്റീന ചരിത്രം രചിക്കുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും ഗ്യാപ്പിന് ശേഷമുള്ള ഒരു കിരീടം, ആ കിരീടം നേടുമ്പോൾ മുതൽ ആണ് എമി താരമായി തുടങ്ങിയത്. അതിൽ കഴിഞ്ഞ കോപ്പയിലായിരുന്നു എമി ആദ്യമായി താരമായത്. അതിനുശേഷം ലോകകപ്പിലെ ഹീറോ, ലോകകപ്പിലെ മത്സരങ്ങളാണല്ലോ, ഫൈനലാണെങ്കിലും അല്ലെങ്കിൽ ക്വാർട്ടറിലാണെങ്കിലും അദ്ദേഹം നടത്തിയ പെർഫോമൻസ്, എല്ലാ മത്സരങ്ങളും അദ്ദേഹം നടത്തിയ ഒരു വൺ മാൻ ഷോ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം ഏറ്റവും സന്ദിഗ്ധമായ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സേവുകളൊക്കെ. കോലോ മുവാനിയുടെ ഷോട്ട് ഗോളാവുകയാണെങ്കിൽ അർജൻറ്റീനയുടെ സ്വപ്നം ഇല്ലാതാവുമായിരുന്നു. ഇപ്പം ഈ കോപ്പയിൽ പറയുകയാണെങ്കിൽ ക്വാർട്ടറിൽ ഇക്വഡോറിനെതിരെ, കാരണം മെസ്സി ആദ്യത്തെ പെനൽറ്റി പാഴാക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത് കളയുന്നു, എന്നിട്ട് പോലും അദ്ദേഹം നടത്തിയ ആ രണ്ടാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, 2 തകർപ്പൻ സേവുകൾ. കാരണം ആ കോൺഫിഡൻസിൻ്റെ ഏറ്റവും ഒരു വലിയ ലെവൽ തന്നെയാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഗെയിം കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ചെറുപ്പം മുതലേ മെസ്സിയുടെ കളി കാണുമ്പോഴും, അല്ലെങ്കിൽ പണ്ട് സച്ചിൻ ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീം ഇല്ല നമ്മളൊക്കെ പറയുന്ന പോലെ, മെസ്സി ഇല്ലെങ്കിൽ അർജൻറ്റീൻ ടീം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് മെസ്സി കളിക്കളത്തിൽ നിന്ന് പകുതിയിൽ വെച്ച് പോയപ്പോഴും മെസ്സിക്ക് വേണ്ടി ആ ഒരു ടീം കളിച്ച ഒരു കളിയുണ്ട്, അല്ലെങ്കിൽ ഡിമരിക്ക് വേണ്ടി കളിച്ച ഒരു കളിയുണ്ട്. അതിനുശേഷം അതുവരെ കളിച്ച അർജൻറ്റീനയല്ല മെസ്സി പോയതിനു ശേഷം കളിച്ച അർജൻറ്റീന. അതായത് അവർ കുറച്ചും കൂടെ ഉണർന്ന് അവർ ആ ഒരു കിരീടത്തിന് വേണ്ടി കുറച്ചും കൂടെ അവർ അറ്റാക്ക് ചെയ്തൊക്കെ കളിക്കുകയുണ്ടായി. മെസ്സി വെറുതെ ഗാലറിയിൽ വന്നിരുന്നാൽ മതിയല്ലേ ഇനിയുള്ള കളിയിൽ. അതെ, അതാണ് അദ്ദേഹവും സ്കലോണി ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റൈലാണത്. കാരണം ഇത്രയും വർഷം, അതായത് നമുക്കറിയാമല്ലോ മെസ്സി കളിച്ച മുമ്പത്തെ ജനറേഷൻ എന്ന് പറയുമ്പം ആ ജനറേഷനിലൊക്കെ മെസ്സി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഒരു ജനറേഷൻ നമ്മൾ നോക്കുകയാണ്, പ്രത്യേകിച്ച് 2021 ശേഷമുള്ള ഒരു ജനറേഷൻ, അതിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പം ബാക്ക് ടു ബാക്ക് 3 കിരീടങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരു ഫൈനലിസ്റ്റും കൂടെ ആഡ് ചെയ്ത് പറയാം നമുക്ക്, അങ്ങനെയാണ് 4 കിരീടങ്ങൾ നേടിയ ആ ഒരു ടീം. ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കോമ്പോസിറ്റ് യൂണിറ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഒന്ന് ലീഡർ എന്ന് പറയുന്ന മെസ്സിക്ക് കീഴിൽ ഒരു സൂര്യൻ കീഴിൽ നിൽക്കുന്ന ആ ഒരു പ്രഭാവത്തോടെ, കാരണം സിംഹങ്ങളെ പോലെ ഞങ്ങൾ പൊരുതുമെന്നാണ് എമിലിയാനോ മാർട്ടിനസ് ലോകകപ്പിന് മുമ്പ് പറഞ്ഞ മെസ്സിക്ക് വേണ്ടി. അപ്പോൾ ആ രീതിയിൽ സ്കലോണി അവരെ കൃത്യമായിട്ട് മെസ്സിക്ക് കീഴിൽ കളിക്കുന്നത്, അതായത് ഒരു ലെജൻഡ് അല്ലെങ്കിൽ ഒരു ഇതിഹാസം, ഒരു പക്ഷേ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച പ്രതിഭ അദ്ദേഹത്തിന്, ഒരു പക്ഷേ അല്ല മിക്കവാറും അത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ആ രീതിയിൽ അദ്ദേഹത്തെ കണ്ടുപഠിച്ച് വളരാൻ ഒരു ജനറേഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് വളരെ സക്സസ്ഫുള്ളായി സ്കലോണി ചെയ്തു. അതിനനുസരിച്ച് അവർ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ ലൗട്ടാരോ മാർട്ടിനസിന് ഇല്ലാത്ത കോൺഫിഡൻസ് ഇപ്പോൾ വരുന്നത് എന്താ, മെസ്സിക്ക് കൂടെ നിന്നിട്ട് കളിക്കുന്നു, മെസ്സി പറഞ്ഞു കൊടുക്കുന്നു. എനിക്കും ഇതേപോലത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. അത് മെസ്സിയുടെ ഒരു അവസ്ഥ നമുക്ക് അറിയുന്നത് 2015, 2016, അതിനു മുമ്പ് 2014 ലോകകപ്പ്, 2 കോപ്പ ഒരുമിച്ച് അദ്ദേഹം കണ്ണീരണിഞ്ഞതാണ് ഫൈനലിൽ. അതിനു മുമ്പ് 2007 ഒരു ഫൈനലിൽ പരാജയപ്പെടുന്നത്, അന്ന് ചെറുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. അദ്ദേഹം നൽകുന്നൊരു മോട്ടിവേഷൻ. ഇപ്പോൾ മെസ്സി ഡഗ് ഔട്ടിലാണെങ്കിൽ പോലും മെസ്സി നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, മെസ്സി കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി, കാരണം മെസ്സിയുടെ മാനസിക നില ആ ലെവലിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും വിജയിക്കണം. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ ത്രില്ല് വന്നു. നമ്മൾ നോക്കിയാൽ അറിയാം, കാരണം മെസ്സി കളം വിട്ടതിന് ശേഷം അർജൻറ്റീനയുടെ കളി ആകെ അങ്ങ് മാറി. നമ്മൾ വിചാരിച്ചെന്താ, അയ്യോ മെസ്സി കളം വിട്ടു, സുഭാഷ് പറഞ്ഞ പോലെ അയ്യോ ഇനിയിപ്പോൾ അർജൻറ്റീന എന്താവും എന്നുള്ളൊരു അവസ്ഥ നോക്കുമ്പോൾ, അതാണ് കൊളംബിയ ആണെങ്കിൽ അത്രയും
അർജന്റീന അങ്ങനെയായിരുന്നു കഴിഞ്ഞു. നമ്മൾ ഈ സച്ചിൻ പറയുന്ന പോലെയാണ്, സച്ചിൻ പോയാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, നമ്മളൊരു ഫുട്ബോളും ക്രിക്കറ്റും തമ്മിലൊരു കമ്പാരിസൺ പറയില്ല, പക്ഷേ സിറ്റുവേഷൻ അതായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷനിൽ മാറി നമ്മൾ നോക്കേണ്ട അർജന്റീൻ്റെ കളി അതേപോലെ മുന്നോട്ട് പോകും, കുറച്ചും കൂടെ പേസായി, നല്ല രീതിയിൽ അറ്റാക്ക് വന്നു. ഇപ്പോൾ നിക്കോ ഗോൺസാൽസിനെ ഞാൻ ഒരു തവണ പറഞ്ഞു, അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്, കാരണം നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ലൗട്ടാരോ വന്ന എക്സ്ട്രാ ടൈമിൽ ലൗട്ടാരോ ഗോൾ നേടുന്നു. പാരഡൈസിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, പാരഡൈസ് ശരിക്കും കറക്റ്റായിട്ട് കൊളംബിയയുടെ മുന്നേറ്റ നിരയുടെ പല നീക്കങ്ങളും അദ്ദേഹം മുന്നോടിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ വിട്ടുപോയൊരു പ്ലെയർ ഉണ്ട്, റോഡ്രിഗോ ഡി പോൾ. എല്ലാ പ്ലെയേഴ്സും ഇപ്പം മെക്കലിസ്റ്റർ ആണെങ്കിലും ഡീപ്പ് ലൈൻ മിഡ്ഫീൽഡറുടെ റോൾ വളരെ നല്ല ഒരു ഇതാണ് കാണിച്ചു വെച്ചത്. ലിസാൻഡ്രോ മാർട്ടിനസ് ആണെങ്കിലും, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, ഇപ്പം റൊമേറോയുടെ കാര്യം പറഞ്ഞു, എല്ലാവരും. അപ്പം അതിൽ തന്നെ റോഡ്രിഗോ ഡി പോളിൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, റോഡ്രിഗോ ഡി പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പെട്ടെന്ന് നമുക്ക് സ്റ്റാറ്റ്സിൽ മനസ്സിലാവില്ല, പക്ഷേ സ്റ്റാറ്റ്സിന് അപ്പുറത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. എനിക്ക് ഓർമ്മ വരുന്ന അതെ, കാരണം അദ്ദേഹം ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുക, എതിരാളി എപ്പോഴും അദ്ദേഹം പ്രലോഭിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും അവരെ കൂടെ ചെന്നിട്ട് ടാക്കിൾ ചെയ്യും, അവരെ വെറുതെ അതായത് സ്വതന്ത്രമാക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ സ്പേസ് കൊടുക്കില്ല. അതാണ് റോഡ്രിഗോ ഡി പോൾ മാനസികമായിട്ട് എതിരാളിയെ തളർത്തുക എന്നുള്ളതാണ്. കാരണം എമിലിയാനോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പറയേണ്ട ഒരു പേര് അൺസങ് ഹീറോ ആണ്, ഒരു സംശയമില്ല. എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് 2006 ഇറ്റലി ലോകകപ്പ് നേടിയപ്പോൾ ഗെറ്റൂസോ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടായിരുന്നു, AC മിലാൻ്റെ കെനാരോ ഗെറ്റൂസോ, കോച്ചിൻ്റെ വേട്ടമൃഗം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ രീതിയിലുള്ള ഒരു പ്ലെയറാണ്. കാരണം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ളൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അർജൻറ്റീനയുടെ ഭാവിയും ഇത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഡിമരിയ അദ്ദേഹം ബൂട്ടഴിക്കുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന്. മെസ്സി ഇനി എന്താണെന്ന് നമുക്കറിയില്ല, മെസ്സി ചിലപ്പോൾ അടുത്ത ലോകകപ്പ് വരെ കളിക്കുമോ എന്നുള്ള അറിയില്ല. ഇപ്പോൾ അഗൂറോ നമ്മളെ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അർജൻറ്റീനയുടെ കൂടെ വരും, അർജൻറ്റീനയുടെ കളി കാണാനൊക്കെ വന്നിരിക്കും. അതേപോലെ ഇനിയുള്ള എത്ര വേൾഡ് കപ്പ് ആണെങ്കിലും, ഒരു 10-20 വർഷത്തെ വേൾഡ് കപ്പ് എടുത്തു നോക്കിയാലും മെസ്സി ആ ഗാലറിയിലൊന്ന് വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഇപ്പം ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അന്ന് കളിക്കാൻ വരികയാണെങ്കിൽ അവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അത് ലെജൻസ് എപ്പോഴും ലെജൻസ് തന്നെ. അത് മെസ്സി അല്ല, നമ്മുടെ ഫുട്ബോളിലെ ഏത് ലെജൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ലെജൻസ് എപ്പോഴും ലെജൻസ് തന്നെയാണ്. അത് ഇതിഹാസം ആണ് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു ജനറേഷൻ എങ്ങനെ അദ്ദേഹം ഗ്രൂം ചെയ്തെടുക്കുന്നു, ഒരു ഇത്രയും സീനിയറായ ഇത്രയും ലെജൻഡറി ആയ ഒരു ഫിഗർ എങ്ങനെ താഴെത്തിട്ടുള്ള ഒരു യങ് പ്ലെയർക്ക് വേണ്ടി ആത്മവിശ്വാസം നൽകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അതായത് ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഇത്രയും വലിയ ലെജൻഡാണ്, പക്ഷേ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാണ്. എങ്ങനെ ആളുകൾക്ക് ഇൻസ്പിറേഷൻ നൽകുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം വഴി ഒരു മോട്ടിവേഷൻ ലെവലിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരാളുടെ കൂടെ കളിക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു സുവർണ്ണ അവസരമാണല്ലോ. കാരണം ഇന്ന് അവർ ഭൂരിപക്ഷം അർജൻറ്റീനയുടെ കളിക്കാരും മെസ്സിയുടെ കളി കണ്ട് വളർന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്കൊരു ഡ്രീം കം ട്രൂ ആണ്, കാരണം മെസ്സിക്കൊപ്പം കളിക്കാൻ പറ്റുക എന്നുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി. പിന്നെ നമ്മൾ നോക്കേണ്ടത് അർജൻറ്റീനയുടെ ഒരു വിജയമാണ്. കാരണം ബാക്ക് ടു ബാക്ക് കിരീടങ്ങൾ, അതായത് സ്പെയിൻ 2008 മുതൽ 2012 വരെ നടത്തിയൊരു മുന്നേറ്റമുണ്ട്, അതിന് സമാനമായുള്ള ഒരു ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ അർജൻറ്റീന നേടിയിരിക്കുന്നത് 4 കിരീടങ്ങളാണ്. അതിൽ 3 പ്രധാനപ്പെട്ട കിരീടങ്ങൾ, 2 കോപ്പ, ഒരു ലോകകപ്പ്. അർജന്റീനയുടെ ബെസ്റ്റ് ടീം എന്ന് തന്നെ പറയല്ലേ. പിന്നെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും, കാരണം മികച്ച താരങ്ങളെക്കാളും അർജന്റീനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, വളരെ മികച്ച താരങ്ങളുണ്ടായി, ഇതിലും ശക്തമായ നിര ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം എനിക്ക് മുന്നേ ചേട്ടൻ കളി കണ്ടു തുടങ്ങിയത്. അപ്പം എൻ്റെ അറിവിൽ ഇതാണ് ബെസ്റ്റ് ടീം അർജൻറ്റീനയാണ്. അർജൻറ്റീനയിൽ ലോക ഫുട്ബോളിലെ ഒരു ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് അർജൻറ്റീനയെ പറയാം. ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലെ മറ്റ് രാജ്യങ്ങളിലും കാട്ടി ബെസ്റ്റ് ടീമെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പ്രത്യേകിച്ച് പറയാം, ഫുട്ബോൾ ഫാനായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും അർജൻറ്റീന ഫാനായിട്ട് പറയുന്നതല്ല. എനിക്ക് മുമ്പും ചേട്ടൻ കളി കണ്ടു തുടങ്ങിയതാണ്. അപ്പോൾ അർജൻറ്റീനയുടെ അന്നത്തെ ടീമിനെയും ചേട്ടൻ അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, ഈ ടീം ഇപ്പം നമ്മുടെ 2019 കോപ്പ അമേരിക്ക നേടിയത് തൊട്ടുള്ള ഒരു ടീം, ഇതിനിടയിൽ പല പ്ലേയേഴ്സ് വന്നു പോയി നിന്നിട്ടുണ്ട്. ഇപ്പോൾ 2024 കോപ്പ അമേരിക്ക നിൽക്കുന്ന ഈ ടീം വരെ, ഈ ടീമാണോ ബെസ്റ്റ് ടീം? അല്ല, നമുക്കെന്താ വെച്ചാൽ ഇത് ആപേക്ഷികം എന്ന് പറയാം, റിലേറ്റീവ് ആണ്. നമുക്കിപ്പം ഈ 1993 കോപ്പ നേടിയ ബാറ്റിസ്റ്റൂട്ടൊക്കെ ഉൾപ്പെട്ട ടീമും ഒന്നാം തരം ടീമായിരുന്നു. പിന്നെ നമുക്കറിയില്ല 1986 ലോകകപ്പ് നേടിയ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കമ്പാരിസൺ ഒരിക്കലും അർഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിലവിലൊരു സ്റ്റാറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം സ്പെയിൻ ടീമിനെയാണ് 2008 മുതൽ 2012 വരെ, കാരണം അവർ ബെസ്റ്റ് ടീമല്ല, അവരൊരു നിശ്ചിത കാലയളവിനുള്ളിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതായത് ഒരു 5 വർഷം അവർ ശരിക്കും ലോകം ഭരിക്കുകയായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ ഒരു 5 വർഷ കാലയളവ്, നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സോ 4 ഇയേഴ്സോ നോക്കിക്കഴിഞ്ഞാൽ ആ ലോകം ഭരിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അർജൻറ്റീന. അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും എക്കാലത്തെ മികച്ച ഫുട്ബോൾ ടീമുകളിൽ ഒന്നാണ് ഈ അർജൻറ്റീന നിര എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഫുട്ബോളല്ല, നമുക്ക് എങ്ങനെയും വിലയിരുത്താം, നമുക്ക് ഏത് രീതിയിലും കാണാം. അപ്പം ലോകകപ്പ് നേടാത്ത ടീമുകളുണ്ട്. ഇപ്പം 1982 86 കളിച്ച ബ്രസീൽ ടീമുണ്ട്, സീക്കോ, സോക്രട്ടീസ്, ഫൽക്കാവോ എന്നൊക്കെ പറയുന്നത്. അവർ പറയുന്നത് ലോകകപ്പ് നേടാത്ത ഏറ്റവും മികച്ച ബ്രസീലിയൻ ടീമാണ്. ഇറ്റലിയുടെ ടീമുകളുണ്ട്. 2002 ഇറ്റാലിയൻ ടീം അടിപൊളി ടീമായിരുന്നു, ഏറ്റവും മികച്ച ടീമായിരുന്നു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. പറഞ്ഞതിൽ പൂർണ്ണം എല്ലാം ശരിയല്ല. അതെ. ഇപ്പം ചേട്ടാ, ഇപ്പം സ്പെയിനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞു നിർത്താനുള്ള ഒരിതാണ്.
ഇനി വരുന്നത് അർജൻറ്റീന സ്പെയിൻ പോരാട്ടമാണ് ഫൈനലിസ്മ. അത് ഒരു നല്ലൊരു പോരാട്ടം. കാരണം സ്പെയിനും ഇപ്പം ഒരു 10 വർഷത്തിന് ശേഷമുള്ള ഒരു ബെസ്റ്റ് ടീമുമായിട്ടാണ് വരുന്നത്. അർജൻറ്റീന അവരുടെ നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പെയിനിലെ ഇപ്പോഴത്തെ ഒരു യമാൽ മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. ആരാധകൻ മാത്രമല്ല, അറിയില്ല, ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടതാണ്. യമാൽ ഈയിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമുക്ക് എതിരെയെന്ന് പറയാൻ പറ്റില്ല, കാരണം എതിരെയാണ് കളിക്കുന്നതാണെങ്കിലും ഒപ്പം ആ ഗ്രൗണ്ടിൽ ചിലവഴിക്കാൻ കിട്ടണം. അതുകൊണ്ട് അർജൻറ്റീനയും സ്പെയിനും ആ പോരാട്ടത്തിൽ വരണമെന്ന് 2-3 ദിവസത്തിന് മുമ്പ് പറഞ്ഞായിരുന്നു. ഉടൻ ആ പോരാട്ടം എങ്ങനെയായിരിക്കും ചേട്ടാ? അതെ, തീർച്ചയായിട്ടും. കാരണം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഇത്രയും ഒരു ഇലക്ട്രിഫയിങ് ആയുള്ള ഒരു മത്സരം, അല്ലെങ്കിൽ ഇത്രയും ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മത്സരം ഉണ്ടാവില്ല ഈ അടുത്ത കാലത്തൊക്കെ. ആ രീതിയിൽ ഇപ്പോൾ ഫൈനലിസ്മ എന്നൊക്കെ പറയുമ്പോൾ 2 വൻകരകളിലെ ജേതാക്കൾ, അതായത് അവിടെ രാജാക്കന്മാർ, ഫുട്ബോൾ രാജാക്കന്മാർ ഏറ്റുമുട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ കണക്കുകളിലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്സ് ഒക്കെ വെച്ച് പോകുമ്പോൾ ശരിയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. കാരണം മെസ്സിയും യമലും നേർക്കുനേർ വരുന്നു എന്ന് പറയാം. രണ്ടുപേരും ലാമാസിയ പ്രൊഡക്ട്സ് ആണ്. അതുമാത്രമല്ല, അവർ തമ്മിലുള്ള ഇത് നമുക്കറിയാം, മെസ്സിയെയാണ് അദ്ദേഹം ആരാധനാപാത്രമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കാരണം ജനറേഷനിൽ വരുമ്പോൾ അടുത്തതല്ല, അതിൻ്റെ അടുത്ത ജനറേഷൻ ആകുമ്പോൾ അവർ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഫിഗറാണ് മെസ്സി. അപ്പോൾ ആ ഒരു പോരാട്ടം ഒരു ഒന്നാന്തരം പോരാട്ടമായിരിക്കും. കാരണം സ്പെയിൻ അത്രയും മികച്ച കളി കാഴ്ചവെച്ചിട്ടാണ് യൂറോ കപ്പ് നേടിയത്. കാരണം 2 ടീമും അവരുടെ പ്രൈം ടൈമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്പെയിന് നമ്മുടെ യൂറോ കപ്പ് എടുത്തതും വെറുതെ എടുത്തതല്ല, അവരും നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആയില്ല, ടോപ്പ് ടീമുകളെ തോൽപ്പിച്ചാണ് അവരും വരുന്നത്. അർജന്റീനയും അവരുടേതായിട്ടുള്ള നല്ലൊരു ഗുഡ് പെർഫോമൻസ് കഴിഞ്ഞ 5 വർഷമായിട്ട് അവരും നല്ലൊരു പെർഫോമൻസ് കളിച്ചാണ് അവരും ഇപ്പോൾ കോപ്പ അമേരിക്ക ഉൾപ്പെടെ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടം എന്തുകൊണ്ടും എല്ലാ ഫുട്ബോൾ ഫാൻസിനും, അത് അർജന്റീന ഫാൻസിന് മാത്രമല്ല സ്പെയിൻ ഫാൻസിനും, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മസ്റ്റ് വാച്ച് ആയിരിക്കും. ഒരു നല്ല ത്രില്ലിംഗ് ആയിരിക്കും. അതിൽ യമാൽ എങ്ങനെ കളിക്കുന്നെന്നും മെസ്സി എങ്ങനെ കളിക്കുന്നെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അതിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.